ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത് ഒരു കിടിലൻ പോർക്ക് ബിരിയാണിയാണ്. ആ എക്സ്പ്രഷൻ കണ്ടാൽ അറിയാം സംഭവം അടിപൊളിയായിരുന്നു. അപ്പം നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ജ്യൂസി ആയിട്ടുള്ളൊരു പോർക്ക് റിബ് ബിരിയാണി. അപ്പം ഞാനിവിടെ 1/2 കിലോ പോർക്കിൻ്റെ റിബ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതുപോലെ ചതച്ചെടുക്കുക, സവാള ഇതുപോലെ അരിഞ്ഞെടുക്കുക. ഇനി ഒരു വലിയ കുക്കർ എടുക്കുക, അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ഇതുപോലെ ചതച്ച് ഞാൻ ഇടണം കേട്ടോ. അതിനുശേഷം കുറച്ച് ബിരിയാണിയുടെ മസാല നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഓയിൽ, കുറച്ച് യോഗോട്ട്, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം. എന്നിട്ട് നന്നായിട്ട് ഇത് അങ്ങോട്ട് മിക്സ് ചെയ്യുക, ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി. അതിനുശേഷം ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 6 വിസിൽ അടുപ്പിച്ചെടുക്കണോട്ടോ നമ്മൾ കുക്കറിൽ. അപ്പോൾ പോർക്ക് വെന്ത് ഇനി ഇതിലേക്ക് റൈസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ 2.5 ഗ്ലാസ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റൈസ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക എല്ലാം കൂടി. വെള്ളം നമ്മൾ റൈസിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അതിനുശേഷം ഒരു വിസിൽ അടുപ്പിച്ചിട്ട് മാറ്റി വെക്കുക. ആ ഗ്യാപ്പിൽ കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് യോഗോട്ടൊക്കെ ഒഴിച്ചിട്ട്. അപ്പോൾ പ്രഷർ പോയി കഴിഞ്ഞതിന് ശേഷം കുക്കർ തുറക്കുക, ഒരിത്തിരി ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുക. അപ്പോൾ നിങ്ങളുടെ പോർക്ക് റിബ് ബിരിയാണി നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. നല്ല മാംസമൊക്കെ നല്ല വിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സോഫ്റ്റ് ആണ്ടത്, ജ്യൂസി ആയിട്ടിരിപ്പുണ്ട് നല്ല മീറ്റൊക്കെ. എന്നിട്ട് നമ്മളിത് ഇതുപോലെ നല്ല വിശന്നിരിക്കണം നല്ല ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കേൾക്കാൻ അവരുടെ വായെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ബിസ്താൻ ചൂസ്.